ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോകുൽ രാഹുലിൻ്റെയും മൃദുലയുടെയും ബന്ധം മനസ്സിലാക്കിയിട്ട് വിഷമിച്ചു വരുന്ന സമയത്താണ് മഞ്ചാടിയെയും ജീവൻ രാജിനെയും ഒരുമിച്ച് ബൈക്കിൽ പോകുന്നത് കാണുന്നത്. അവരെ കണ്ടതോടുകൂടി ഗോകുൽ അവരെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ. എവിടേക്കാണ് അവർ പോകുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മഞ്ചാടിയും ജീവൻ രാജും ഉള്ള സ്ഥലത്തേക്ക് ഗോകുൽ എത്തുകയാണ് കേട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരെയും അവിടെയൊക്കെ തെരഞ്ഞു നോക്കുകയാണ്. ഈ സമയം മഞ്ചാടിയും ജീവൻ രാജും ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ മഞ്ചാടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിലോ ഒരുപാട് അംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും. അതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ല കൂടുതൽ അംഗങ്ങൾ ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും ഗോകുൽ ഇവരുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ഗോകുലിന് ദേഷ്യം പിടിച്ച് ജീവൻ രാജിനെ നന്നായിട്ട് തന്നെ പൊട്ടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടിക്കുന്ന സമയത്തൊക്കെ ജീവൻ രാജ് പ്രതികരിക്കാതെ അടികൊള്ളുകയാണ്. അപ്പോൾ മഞ്ചാടി തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഗോകുലേട്ടാ, എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ്, അപ്പോൾ മാറി നിൽക്കടി അവിടെ നിന്ന് എന്ന് പറഞ്ഞ് വീണ്ടും ജീവൻ രാജിനെ പൊതിരെ അടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇപ്പോഴും ഇവൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത്? നിനക്ക് ഇവൻ്റെ കൂടെ കറങ്ങി നടന്നതിൻ്റെ അനുഭവം ഉണ്ടായതല്ലേ, ഇനിയും നീ ഇവൻ്റെ പുറകെ എന്തിനാടി നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സുകളാണ് എന്ന് മഞ്ചാടിയും ജീവൻ രാജു പറയുകയാണ് കേട്ടോ. നീ അന്നും ഇവന് നല്ല ഫ്രണ്ട്സ് തന്നെ ആയിരുന്നല്ലോ, എന്നിട്ടാണോ നിന്നെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയത്? അതൊക്കെ നീ മറന്നു പോയോ? ഇവൻ കാരണമാണ് ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ശിക്ഷിക്കപ്പെട്ടത്. മഞ്ചാടി പറയണേ, ഇവൻ തെറ്റ് ചെയ്തു, അതിന് ഇവൻ ഇപ്പോൾ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ, എന്ത് പ്രായശ്ചിത്തം? നല്ല മാർക്ക് വാങ്ങിയതാണ് പ്രായശ്ചിത്തം ചെയ്യല് എന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടി പറയണേ, അതും ഒരു നല്ല ലക്ഷണം തന്നെയല്ലേ, നല്ല കാര്യം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ, നീ എന്ത് തന്നെ പറഞ്ഞ് ന്യായീകരിച്ചാൽ ഇവൻ ചെയ്ത തെറ്റ് അത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. മഞ്ചാടി പറയണേ, ഇപ്പോൾ ജീവൻ രാജിൻ്റെ പേരിൽ ഒരു കേസുമില്ല, ഞാൻ ഇവൻ്റെ പേരിലുള്ള കേസൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചതല്ലേ എന്ന് പറയുമ്പോൾ, അതിന് ഞാൻ കൂടി സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ഇവൻ ആ കേസിൽ നിന്നും രക്ഷപ്പെട്ടത്. അപ്പോൾ മഞ്ചാടി പറയട്ടെ, ജീവൻ രാജ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് തിരുത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഗോകുലിന് അങ്ങ് ദേഷ്യം വരിക കേട്ടോ. എങ്ങനെ തിരുത്തി? പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി എന്ന് കരുതിയിട്ട് ചെയ്ത തെറ്റല്ലാതാവില്ല. ഞാൻ കൂടി വിചാരിച്ചത് കൊണ്ടാണ് ഇവൻ ആ കേസിൽ നിന്നും രക്ഷപ്പെട്ടത് തന്നെ. അതിനുള്ള നന്ദിയില്ലെങ്കിലും നന്ദികേട് കാണിക്കരുത്, മേലിൽ ഇവളുടെ പുറകെ നീ നടക്കരുത് എന്ന് പറയുമ്പോഴൊക്കെ ജീവൻ രാജ് ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. എന്താടാ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് അടിക്കാൻ വേണ്ടി വീണ്ടും ഒരുങ്ങുന്ന സമയത്ത് മഞ്ചാടി പറയുകയാണ്, അതിന് ജീവൻ രാജ് എൻ്റെ പുറകെ നടന്നിട്ടില്ല, ഞാനാണ് ഇവൻ്റെ പുറകെ നടന്നത്, അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടപ്പോൾ ഗോകുലിന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ ഗോകുൽ പറയാണ്, ഇനിയാടി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നും പറഞ്ഞ് ജീവൻ രാജിനെ വീണ്ടും ഗോകുൽ അങ്ങ് അടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മര്യാദക്ക് നീ ഇവിടെ നിന്നും പോയി, ഇനി നിന്നെ ഇവിടെ കണ്ടുപോവരുത് എന്ന് പറയണ. അപ്പോഴത്തേക്കും അവിടെ കൂടിയിട്ടുള്ള കുട്ടികളൊക്കെ വരികയാണ് കേട്ടോ. എന്നിട്ട് ഗോകുലിനെ അങ്ങ് തടയുകയാണ്. ആരെങ്കിലും പോലീസിനെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഗോകുൽ പറയണം, ആ പോലീസിനെ വിളിക്കടാ, ഇവൻ കാരണം ഞാൻ 21 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ്, അതുകൊണ്ടാണ് ഇവ ഞാൻ അടിച്ച സമയത്ത് പട്ടിയെ പോലെ നിന്ന് കൊള്ളുന്നത് എന്ന് പറയണം. എന്നിട്ട് പറയണം, ഇവൻ ഇനിയും പ്രതികരിച്ചാൽ ഇനിയും ഞാൻ ഇവനെ അടിക്കും എന്ന് പറഞ്ഞ് ഗോകുൽ ദേഷ്യപ്പെട്ട് നല്ല നിരാശയോടുകൂടി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ മഞ്ചാടിയുടെ ഒരു കൂട്ടുകാരി വീഡിയോ എടുക്കുന്നുണ്ടാവും. അങ്ങനെ ഗോകുൽ പോയി കഴിഞ്ഞ ശേഷം മഞ്ചാടി പറയണ, എത്രയും പെട്ടെന്ന് നമുക്ക് ജീവൻ രാജിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം, വായോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. ആ സമയത്ത് മഞ്ചാടി ചോദിക്കുകയാണ്, നീ എല്ലാം വീഡിയോ എടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ എടുത്തിട്ടുണ്ട് എന്ന് പറയാട്ടോ. അപ്പോൾ എങ്കിൽ നീ എനിക്ക് അത് വാട്സപ്പിൽ അയച്ചു തായോ എന്നും പറഞ്ഞ് ജീവൻ രാജിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് മഞ്ചാടി പോവുകയാണ്. ഈ സമയം ദാസാറിൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും കുറേശ്ശെ മനസ്സിലാക്കിയ മാഷ് ദാസാറിനോട് ചോദിക്കുകയാണ്, വിജയം വന്നിട്ട് എന്താണ് പറഞ്ഞത്? അനുപമയും ഇന്ദ്രനും ആ വാടക വീട്ടിൽ നിന്ന് മാറുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ദാസാർ ഒന്നങ്ങ് പരുങ്ങുകയാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അണ്ണ, എന്തായാലും അമ്പിളിയും രഘുവും ഇവിടേക്ക് വരുമല്ലോ, അപ്പോൾ നമുക്ക് വിശദമായിട്ടൊന്ന് ചോദിച്ചറിയാം. എങ്കിൽ നമുക്കിന്ന് അനുവിനെ കാണാൻ വേണ്ടി പോവണം എന്ന് പറയട്ടോ. ആ അതൊക്കെ പോവാം, ആദ്യം അണ്ണം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് കഞ്ഞി കൊടുക്കുകയാണ്. ഈ സമയത്താണ് ഓട്ടോയിൽ സുശീല അവിടേക്ക് വരുന്നത്. എന്നിട്ട് സുശീല, ഇവിടെ ആരുമില്ലേ ദാസാറെ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ട് ദാസാറ് പുറത്തേക്ക് വരികയാണ്. എന്താ സുശീല, നിന്റെ സർക്കസ് ഒന്നും ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ സുശീല പറയണ, ആ ദാസാർ എന്നെ സർക്കസിലും ചേർത്തോ, എൻ്റെ ജീവിതം തന്നെ ഒരു സർക്കസാണ്, ഞാനുമ്മ കയറിയതേ എൻ്റെ മകൻ അനന്തമാഷിൻ്റെ മകളെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ശേഷമാണ്. ആ തെറ്റ് എനിക്ക് അവസാനിപ്പിക്കണം, അതിന്
പറയാനാണ് ഞാൻ വന്നത്. ആ മാഷിനെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് വരാം സുശീലേ, നീ ഇപ്പോൾ പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കാനുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അനന്തം മാഷ് കുറച്ച് ദിവസമായി ഇവിടെ ക്യാമ്പ് അടിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം. എനിക്ക് ആ മാഷിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അമ്മായിയമ്മയെ അടിച്ച മകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് എനിക്ക് അങ്ങേരോട് നേരിട്ട് ചോദിക്കുകയും വേണമെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ടും കൊണ്ട് മാഷ് പുറത്തേക്ക് വരികയാണ്. കാരണം മാഷെ, ഈ മാഷിൻ്റെ കാൽ ചുവട്ടിൽ ഒരു പൂച്ചെണ്ട് വെച്ച് തൊഴണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 5 പെൺമക്കളെ അമ്മയില്ലാതെ ഇതുവരെ വലുതാക്കിയ ത്യാഗി മാത്രമല്ല, മകളെ അമ്മായിയമ്മയെ കാരണം നോക്കി അടിച്ച് പുറത്താക്കിയില്ലേ, ആ ഒരു പേര് കൂടി ഇനി മാഷിനിരുന്നോട്ടെ. നീ എന്തൊക്കെയാണ് സുശീല ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്? എന്താണ് നിന്നെ അനുപമ മുഖത്തടിച്ചോ? അപ്പോൾ മാഷ് ഇതുവരെ ഇതൊന്നും അറിഞ്ഞില്ലേ? മാഷിനെ അറിയിക്കാതിരുന്നത് സ്വന്തം മകൾ അമ്മായിയമ്മയെ അടിച്ചാൽ അത് മാഷ് അംഗീകരിക്കില്ല എന്ന് കരുതിയിട്ടാവും. അല്ല ദാസാറെ എന്ന് ചോദിക്കുമ്പോൾ സുശീല ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശവും പറയണം, അല്ലാതെ അനുപമ അടിച്ചു എന്ന് മാത്രമല്ല പറയേണ്ടത്. അപ്പോൾ സുശീല നിന്ന് പരിങ്ങുകയാണ്. എന്നിട്ട് ദാസാർ പറയണ, അണ്ണ ഞാൻ പറയാം എല്ലാ കാര്യവും എന്ന് പറയുമ്പോൾ മാഷ് പറയണ, വേണ്ട, അനുമോള് സുശീലയെ അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല അണ്ണ, എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ സുശീല പറയണ, അയ്യോ അനുപമ എന്നെ അടിച്ചു, എൻ്റെ മുഖത്തടിച്ചു, എൻ്റെ ഈ കവളത്തേക്കാണ് അടിച്ചത്, ഇവർക്കെല്ലാവർക്കും അതറിയാം, ഇവരൊക്കെ നുണ പറയുകയാണ്. ഞാൻ എത്രക്കാരി ആയിക്കോട്ടെ, എന്നാലും എന്നെ അടിക്കാൻ പാടുണ്ടോ? ഞാനൊന്നല്ലെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ അമ്മയല്ലേ, അവളുടെ കൊച്ചിൻ്റെ മുത്തശ്ശിയല്ലേ, എന്നിട്ട് എന്നെ അടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയാണ്, എൻ്റെ മോള് നിങ്ങളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞാൽ പോരെ? അവളുടെ അച്ഛനായ ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു പോരെ? ഇപ്പോൾ ദാസാർ പറയണ, അണ്ണ ഇന്ദ്രനെ പോലെ ഒരു ഭാഗം കേട്ട് കാര്യങ്ങൾ തീരുമാനിക്കരുത്, അണ്ണൻ്റെ മകൾ പറയുന്നത് കൂടി കേൾക്കണം. അപ്പോൾ മാഷ് പറയണ, കാരണങ്ങൾ പലതുണ്ടാവും, അതൊന്നും ഇതിനൊന്നും ഒരു ന്യായീകരണമല്ല. എൻ്റെ മകൾ അനുപമ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. സുശീലെ, ഞാൻ ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അത് ചെയ്തോളാം. മാഷിനിപ്പോൾ എന്ത് ചെയ്താലും മരുമകളുടെ അടി വാങ്ങിയ അമ്മായിമ്മ എന്നുള്ള പേരുദോഷമൊന്നും എന്നിൽ നിന്നും മാറുകയൊന്നുമല്ല. പക്ഷെ എന്നിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അവൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എന്നെയും എൻ്റെ ഇന്ദ്രനെയും വെല്ലുവിളിച്ചിട്ടാണ് പോയത്. അവളും അവളുടെ കുഞ്ഞും തനിച്ച് ആ വാടക വീട്ടിൽ താമസിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെയും എൻ്റെ മകനെയും ഇനി കുഞ്ഞിനെ അടുപ്പിക്കില്ല എന്നൊക്കെയുള്ള വീരവാദം മുഴക്കിയിട്ടാണ് അവൾ പോയിട്ടുള്ളത്. ഞാനിപ്പോൾ മാഷിനെ കാണാൻ വേണ്ടി വന്നത് അവളോടും ആ കുഞ്ഞിനോടും ആ വീട്ടിൽ നിന്നും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോളാൻ പറയണം. എനിക്കും എൻ്റെ ഇന്ദ്രനും ഇനി അവളെ വേണ്ട, അത് പറയാനാണ് വന്നത് എന്ന് പറയുമ്പോൾ സുശീലെ എന്ന് വിളിക്കുമ്പോൾ ഒരു മൈൻഡും ചെയ്യാതെ സുശീല അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അപ്പോൾ മാഷ് ഇതൊക്കെ കേട്ടിട്ട് ആകെ സങ്കടപ്പെട്ട് അവിടെ ഇരുന്നു പോവുകയാണ് കേട്ടോ. ഈ സമയം രഘുവും അമ്പിളിയും അനുപമയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ കുഞ്ഞിനെ ലാളിക്കുകയാണ് കേട്ടോ. ഭാനുമ പറയുന്നുണ്ട്, ഇനി ഈ വഴിക്ക് സുശീലയും ഇന്ദ്രനും വരാൻ ചാൻസ് ഇല്ല, അത്രയ്ക്ക് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അമ്പിളിയും രഘുവും പറയാണ്, ഇതിനൊരു പരിഹാരം കണ്ടിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിന്നും പോവുകയുള്ളൂ. ഇനി അവർ ഇവിടേക്ക് വന്നാൽ ഞങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. അവർക്ക് കുടിക്കാനുള്ള ചായ എടുക്കാൻ വേണ്ടി അനുപമം പോകുമ്പോൾ അമ്പിളി പറയുകയാണ്, ഇനി നമുക്ക് ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് കുഞ്ഞിനെ പറഞ്ഞയക്കരുത്, സുശീല ചിലപ്പോൾ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ രഘു പറയാണ്, ഇതൊന്നും ഇന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അനു പറയാണ്, അയാൾ ഇപ്പോൾ വീണ്ടും അമ്മ ദൈവത്തിൻ്റെ അടിമയായിട്ടുണ്ട്, ഇനിയിപ്പോൾ അയാളുടെ ജീവിതത്തിലേക്ക് പോവാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുഞ്ഞുമായി സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങൾ രണ്ടുപേരും അച്ഛനോട് ഇക്കാര്യം ഒന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ രഘു പറയാണ്, എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കേണ്ട അനു, അച്ഛന് വിഷമമാവുമെന്ന് കരുതിയിട്ടാണ് ഇത്രയും കാലം ഞാൻ എല്ലാം സഹിച്ചത്, ഇനി എനിക്കത് കഴിയില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ അച്ഛനോട് സംസാരിക്കണം എന്ന് അനുപമ പറഞ്ഞ ശേഷം ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം ചീരുവും ദാസാറും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ദാസാറ് ചീരുവിനോട് സുശീല വീട്ടിലേക്ക് വന്ന് ഉണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ അച്ഛൻ എല്ലാ കാര്യവും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഒരുവിധമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് മഞ്ചാടി വരുന്നത്. അപ്പോൾ മഞ്ചാടി ഒരക്ഷരം പോലും മിണ്ടാതെ തലയും താഴ്ത്തി നേരെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ചീരു ചോദിക്കുകയാണ്, എന്താടി മഞ്ചാടി, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് പോലും നീ ഒന്നും മിണ്ടാതെ പോകുന്നത്, എന്താ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. എനിക്കൊരു ചെറിയ തലവേദനയുണ്ട്, എന്ന് ചായ എടുത്ത് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, എനിക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞ് നേരെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചീരുവിന് ഒരു സംശയം വരികയാണ്, ഇവളെന്താ ഇങ്ങനെ പെരുമാറുന്നത്, കോളേജിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള സംശയത്തോടു കൂടി നോക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ചീരു മഞ്ചാടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ മഞ്ചാടി എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ്, ഗോകുൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതും. എന്നിട്ട് മഞ്ചാടി പറയണ ജീവൻ രാജ്
രാജിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗോകുലേട്ടനെതിരെ ആദ്യം മൊഴി കൊടുക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയുമ്പോൾ ചീരുവിന് കാര്യം മനസ്സിലാവുകയാണ്. ഇനിയിപ്പോൾ ഗോകുലുമായിട്ടുള്ള ബന്ധം നടക്കാൻ പോകുന്നില്ല. മഞ്ചാടി എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പിന്നീട് മഞ്ചാടിയുടെ കൂട്ടുകാരി എടുത്ത വീഡിയോ സച്ചി സാറിൻ്റെ ഫോണിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ സച്ചി സാർ ആകെ ഞെട്ടിപ്പോവുകയാണ്. ഗോകുലും ജീവൻ രാജിനെ അടിക്കുന്ന വീഡിയോ എടുക്കുന്നത് കാണുന്ന സമയത്ത് അങ്ങനെ സച്ചി സാറ് നേരെ താഴേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ഇന്ദുവിനും സാവിത്രിക്കും കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടതോടുകൂടി സച്ചി സാർ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഏത് ദൈവം തമ്പുരാൻ്റെ മോളായാലും ശരി, എൻ്റെ മോനെ വേണ്ടാത്ത അവളെ ഇനി ഇവിടേക്ക് വേണ്ട എന്നുള്ള തീരുമാനമെടുക്കുകയാണ്. ഗോകുലിന് മഞ്ചാടിയെ വേണ്ട എന്നുള്ള തീരുമാനം സച്ചി സാർ എടുക്കുകയാണ്. പിന്നീട് ദാസാറിൻ്റെ വീട്ടിൽ നിന്നും സുശീല നേരെ ചെല്ലുന്നത് ഇന്ദ്രനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇന്ദ്രനോട് പറയുകയാണ്, ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇനി എത്രയും പെട്ടെന്ന് ആ അനന്തം മാഷ് മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളും എന്ന് പറയട്ടെ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇന്ദ്രന് ഒരു ചെറിയ വിഷമമുണ്ട്. അങ്ങനെ ഇന്ദ്രൻ പറയണേ, ഇതിൽ അച്ഛൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ സുശീല പറയണ, അയാൾ ചെയ്ത തെറ്റ് അയാളുടെ മകളെ നിന്റെ ജീവിതത്തിൽ നിന്നും വിളിച്ചോണ്ട് പോവാത്തതാണ് അയാൾ ചെയ്ത തെറ്റ്. അത് കേൾക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തിയിരിക്കുകയാണ്. ഈ സമയം അനുപമയും രഘുവും അമ്പിളിയും കൂടി സംസാരിക്കുകയാണ്. ഇനി ഒരിക്കലും ഞാൻ അയാളുടെ ജീവിതത്തിലേക്ക് പോവുകയല്ല, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി, ഇനി അച്ഛനെ കൊണ്ട് എത്രയും പെട്ടെന്ന് സംസാരിച്ച് ഇതിനൊരു തീരുമാനമെടുക്കണം. എനിക്കും എൻ്റെ കുഞ്ഞിനും ഇനി തനിച്ച് ഒരു ജീവിതം മാത്രം മതി, അയാളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു തിരിച്ചു പോക്ക് എനിക്കില്ല എന്നുള്ള കടുത്ത തീരുമാനം തന്നെയാണ് അനുപമ എടുക്കുന്നത്. ഇനിയും ഞാൻ അയാളുടെ കൂടെ കടിച്ചു പിടിച്ച് തൂങ്ങി നിന്നാൽ എൻ്റെ മോൻ്റെ ജീവിതം ഇരുളഴിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി എനിക്കതിന് കഴിയില്ല. ഇനി ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്, ഇനി മതി അയാളുടെ കൂടെയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ രഘുവും അമ്പിളിയും അനുവിന് സപ്പോർട്ടായി നിൽക്കുകയാണ്.